നമസ്കാരം. 2024 ഈ വരാൻ പോകുന്ന ഏപ്രിൽ മാസത്തിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ വിശപ്പിനെക്കുറിച്ചുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ എന്ത് തീരുമാനിക്കണം എന്നുള്ളത് പ്രധാനമാണ്. നമുക്ക് മതം തിന്നാൽ, വിശ്വാസം തിന്നാൽ വിശപ്പടങ്ങുമോ, അതോ ഭക്ഷണം കഴിച്ചാൽ വിശപ്പടങ്ങുമോ, ഈ രാജ്യം ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട്. ഒരു സൈഡിൽ NDA, ഒരു സൈഡിൽ ഇന്ത്യ മുന്നണി. നമ്മൾ ആരൊപ്പം നിൽക്കണം എന്നൊക്കെയുള്ള ചോദ്യം വരുന്നുണ്ട്. നമ്മുടെ മോദിജി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ മുന്നണി കംപ്ലീറ്റ് അഴിമതിക്കാരാണ് എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ഇന്ത്യ മുന്നണി കംപ്ലീറ്റ് അഴിമതിക്കാരാണ് എന്ന വീഡിയോ. എഡിറ്റോറിയൽ വിത്ത് സുജിത് നായർ എന്ന പരിപാടിയിൽ സുജിത് നായരുടെ വിശകലനമാണ് ഞാൻ ഇതിന് ആധാരമാക്കുന്നത്. HW ന്യൂസ് ഇംഗ്ലീഷ് എന്ന യൂട്യൂബ് ചാനലിൽ സുജിത് നായർ പറഞ്ഞ കണ്ടൻറ്റിൻ്റെ മലയാള പരിഭാഷ ആണ് ഉദ്ദേശിക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഇന്ത്യ മുന്നണിയെ നമ്മൾ എങ്ങനെയാണ് ജയിപ്പിക്കുക? നരേന്ദ്രമോദിയും NDAയും BJPയും എല്ലാവരും പറയുന്നു ഇന്ത്യ മുന്നണി കംപ്ലീറ്റ് കറപ്റ്റഡ് ആണെന്ന്. 2014 അവസ്ഥ നോക്കുക. 2014 ഇന്ത്യ മുന്നണി കംപ്ലീറ്റ് കറപ്റ്റഡായ നേതാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ ഒരു ബാസ്ക്കറ്റ് എടുക്കുക, കറപ്റ്റഡ് ലീഡേഴ്സ് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന നിറഞ്ഞ ഒരു ബാസ്ക്കറ്റ്. എന്നാൽ NDAയിൽ ഒരു കറപ്ഷനും ഇല്ലാത്ത പരിശുദ്ധമായ ബാസ്ക്കറ്റ്. കറപ്റ്റഡായ ഒരു നേതാവുമില്ല, അഴിമതിക്കാരനായ ഒരു നേതാവുമില്ലാത്ത പരിശുദ്ധമായ ഒരു ബാസ്ക്കറ്റ്. ഈ ബാസ്ക്കറ്റുകൾ തമ്മിൽ നോക്കൂ. മോദിജി പറഞ്ഞത് സത്യമല്ലേ? 2014 ഈ ബാസ്ക്കറ്റിൽ നിറയെ അഴിമതിക്കാരാണ്. NDA പരിശുദ്ധമായ ഒരു ബാസ്ക്കറ്റുമായി ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അഴിമതിക്കാരാണ് ഇന്ത്യ മുന്നണി കംപ്ലീറ്റ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. മോദിജിയും BJPക്കാരും നിരന്തരം പറഞ്ഞ മുഴുവൻ അഴിമതിക്കാരും ഇവിടെ കിടക്കുകയാണ്. ഇനി അങ്ങോട്ട് അഴിമതിക്കാരുടെ ഈ കണക്കാണ്. അത് ഞാൻ നിങ്ങളെ കംപ്ലീറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന്. അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഈ അടുത്ത കാലത്ത് നമുക്ക് ഉള്ള സാഹചര്യം അറിയാം. മെല്ലെ 2015 നമ്മൾ പോവുകയാണ്. ആദർശ അഴിമതിയിൽപ്പെട്ടിരുന്ന അശോക് ചവാനെതിരെ നരേന്ദ്രമോദി ആഞ്ഞടിച്ചിരുന്നു പണ്ട്. കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ അശോക് ചവാനെ പോലുള്ള അഴിമതിക്കാരായ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മോദി പ്രതിപക്ഷത്തിന് നാട്ടുകാർക്കും ഉറപ്പ് നൽകിയിരുന്നു. എന്നോട് കളിക്കണ്ട, അധികാരത്തിലെത്തിയാൽ അശോക് ചവാനെ അകത്തിട്ട് പൂട്ടും എന്ന്. പ്രതിപക്ഷം മുഴുവൻ അഴിമതിക്കാരാണ്. ഏതാനും നാളുകൾക്ക് മുമ്പിൽ അശോക് ചവാൻ BJPയിലെത്തി. മൂപ്പര് അഴിമതിക്കാരനല്ലാതായി മാറി. എന്താല്ലേ? പ്രതിപക്ഷം മുഴുവൻ അഴിമതിക്കാരാണ്. ഇനി ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്, അറിയില്ലേ? അങ്ങ് നോർത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്തേക്ക് നോക്കിയാൽ ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിൽ കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവായിരുന്നു. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ എന്തെല്ലാം അഴിമതിയായിരുന്നു. ഇന്ത്യ മുന്നണിയിൽ, പഴയ ഇന്ത്യ മുന്നണിയിലായിരുന്നു. ഇപ്പം നോക്കുകയാണെങ്കിൽ അന്നത്തെ ഇന്ത്യ മുന്നണിയല്ല, കോൺഗ്രസ്, അതിലായിരുന്നു. എന്നിട്ടോ CBI 8 മണിക്കൂർ ചോദ്യം ചെയ്തു. ശാരദ അഴിമതി കേസിൽ ഹിമന്ത ബിശ്വ ശർമ്മയെ ചോദ്യം ചെയ്തു. ശാരദ ചിട്ടിയുടമ സുദീപ്ത സെന്നിൽ നിന്നും പ്രതിമാസം 20 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നാണ് ആരോപണം. തടസ്സങ്ങളില്ലാതെ കച്ചവടം നടത്താൻ വേണ്ടി ഹിമന്ത ബിശ്വ ശർമ്മ കനത്ത കൈക്കൂലി വാങ്ങിച്ചു. എവിടെ ഇരിക്കുമ്പോൾ? നമ്മൾ ഇന്നത്തെ ഇന്ത്യ മുന്നണി പഴയ കോൺഗ്രസ്സിലിരിക്കുമ്പം കനത്ത അഴിമതിയായിരുന്നു. ഇന്ത്യ മുന്നണി കംപ്ലീറ്റ് അഴിമതിക്കാരാണ്. കച്ചവടം നടത്താൻ കൈക്കൂലി. ആസാമിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ നേതാവാണ് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് BJPയുടെ നേതാക്കൾ പ്രസംഗിക്കാത്തതായിട്ട് ഒരു നേതാവും ഇല്ല. ഹിമന്ത ബിശ്വ ശർമ്മ കംപ്ലീറ്റ് അഴിമതിക്കാരാണല്ലോ. ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ എവിടെയാണ്? BJPയിലാണ്, NDAയിലാണ്, അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. എങ്ങനത്തെ മുഖ്യമന്ത്രി? BJPയുടെ മുഖ്യമന്ത്രിയാണ്. ഓർക്കണം, പ്രതിപക്ഷം ഭയങ്കര അഴിമതിക്കാരാണ്, കംപ്ലീറ്റ് അഴിമതിക്കാരാണ്. പക്ഷേ അതിനെ ശുദ്ധീകരിക്കുന്നുണ്ട്. അശോക് ചവാനും ഹിമന്ത ബിശ്വ ശർമ്മയും ശുദ്ധീകരിച്ച് മാറ്റിയിട്ടുണ്ട്, NDAയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അമരീന്ദർ സിംഗ് എന്ന് പറഞ്ഞൊരു പഞ്ചാബിലൊരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ കോൺഗ്രസ്സിലായിരുന്നു, കോൺഗ്രസിൻ്റെ കരുത്തനായ ക്യാപ്റ്റൻ, പഞ്ചാബിലെ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി. പഞ്ചാബിലെ ജനങ്ങളുടെ ദശലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്നും മന്ത്രിമാരും ഒഫീഷ്യലുകളും കൊള്ളയടിച്ചു എന്ന് ആരോപണം ഉന്നയിച്ചു BJP. ഈ ആരോപണത്തിൻ്റെ ഉള്ളടക്കം നോക്കൂ. PPE കിറ്റ് സ്കാം, മൈനിങ് സ്കാം, സീഡ് സ്കാം, ഇങ്ങനെ നിരവധി അഴിമതി പഞ്ചാബിൽ നടന്നു എന്ന് ആ കാലത്ത് ഘോരം ആഞ്ഞടിച്ചു. കൊറോണ വൈറസിനെതിരെ പോരാടുന്നതിന് പകരം ആ സമയത്ത് ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്നതിൽ മാത്രമാണ് അമരീന്ദർ സിംഗ് പഞ്ചാബിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിലിരുന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്ന് പഞ്ചാബ് BJP പ്രസിഡന്റ് അശ്വനി ശർമ്മയായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ ദേശീയ നേതാക്കൾ അത് ഏറ്റെടുത്തു. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയല്ലേ? പ്രതിപക്ഷം കംപ്ലീറ്റ് അഴിമതിക്കാരാണ്. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പം അമരീന്ദർ സിംഗ് BJPയിൽ ചേർന്നു. അമരീന്ദർ സിംഗിനെ ശുദ്ധീകരിച്ച് BJPയിൽ എത്തിച്ചു. പ്രതിപക്ഷം മുഴുവൻ അഴിമതിക്കാരാണ്. പ്രതിപക്ഷം വലിയ അഴിമതിക്കാരാണ്. മഹാരാഷ്ട്രയിൽ
നാരായൺ റാണയ്ക്കെതിരെ BJP ആഞ്ഞടിച്ച കാലം അധികം അകലെയല്ല. കള്ളപ്പണം വെളുപ്പിച്ചതുൾപ്പെടെ എന്തെല്ലാം ആരോപണങ്ങളാണ്. അഴിമതിക്കാരാണ് പ്രതിപക്ഷം. നാരായൺ റാണയെ പോലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. റാണയ്ക്കെതിരെയും കുടുംബത്തിനെതിരെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം തന്നെ പ്രഖ്യാപിച്ചു. പിടിച്ച് അകത്തിടും എന്ന് നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ED ഡയറക്ടർക്ക് BJPക്കാർ കത്തെഴുതി അന്വേഷണത്തിന് വരുത്തിച്ചു. എന്നിട്ടോ നാരായൺ റാണയുടെ അഴിമതി ക്ലീനാക്കി മൂപ്പരെ അങ്ങ് BJPയിലെടുത്തു. NDA ബാസ്ക്കറ്റിലേക്ക് പോയി. അഴിമതിക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് NDAയുടെ കൂട്ടം. അത്രമാത്രം രാജ്യവിരുദ്ധമായ അഴിമതിയെ സ്വീകരിച്ചിരിക്കുന്ന കൂട്ടം. കുറച്ചാളെ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം പകുതിയായിട്ടുണ്ട്. വീണ്ടും അക്കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പ്രതിപക്ഷം മുഴുവൻ അഴിമതിക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി NCP നേതാക്കളുടെ കാര്യം എടുത്താലോ? അഴിമതിക്കാരാണ് NCPക്കാരാകപ്പാടെ എന്ന് നരേന്ദ്രമോദി തന്നെ എത്ര തവണ പ്രസംഗിച്ചിട്ടുണ്ട്. അജിത് പവാറിനെതിരെ ഇറിഗേഷൻ സ്കാം, ജലവിതരണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം. പല BJP നേതാക്കളും ഒന്നാന്തരം അഴിമതിക്കാരാണ് NCPക്കാർ എന്ന് നിരന്തരം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അജിത് പവാറിനെ അതിൻ്റെ നായകൻ എന്ന് വിളിച്ചു. ഫുൾ അഴിമതിക്കാരാണെന്ന് NCP. പ്രതിപക്ഷത്തല്ലേ? പ്രതിപക്ഷം കംപ്ലീറ്റ് അഴിമതിക്കാരാണ്. അജിത് പവാറെ കുറച്ച് നാൾ മുമ്പ് BJPൻ്റെ ഒപ്പം കൂടി NDAയുടെ കൂട്ടത്തിൽ കൂടി അങ്ങനെ ആ അഴിമതിക്കാരനെ ഞങ്ങൾ ശുദ്ധീകരിച്ച് ഇപ്പുറത്തെടുത്തിട്ടുണ്ട്. പ്രതിപക്ഷം മുഴുവൻ അഴിമതിക്കാരാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നിങ്ങൾക്കറിയില്ലേ മിഥുൻ ചക്രവർത്തി എന്ന് പറഞ്ഞിട്ട് ഒരാളെ അറിയില്ലേ? സിനിമയിലൊക്കെ കണ്ടത് മിഥുൻ ചക്രവർത്തി. കൊൽക്കത്തയിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ 1.9 കോടി രൂപയാണ് മിഥുൻ ചക്രവർത്തി കെട്ടിവെച്ചത്. ഒരു പരിപാടി നടത്തുന്നതിനായി ശാരദ CMD സുദീപ്ത സെന്നിൽ നിന്നും കൈക്കൂലി വാങ്ങിയതായിരുന്നു അത്രേ ഈ പണം. പലരും മിഥുൻ ചക്രവർത്തിയെ അഴിമതിക്കാരൻ എന്ന് വിളിച്ചു. BJPക്കാരും വിളിച്ചു. അപ്പോൾ മിഥുൻ ചക്രവർത്തി തൃണമൂൽ കോൺഗ്രസ്സിലായിരുന്നു. ശരിക്ക് എല്ലാ പാർട്ടികളിലും ഉണ്ടായിരുന്ന ആളാണ് മിഥുൻ ചക്രവർത്തി. അദ്ദേഹം CPIയിലുണ്ടായിരുന്നു, തൃണമൂൽ കോൺഗ്രസ്സിലുണ്ടായിരുന്നു. എന്നാൽ അന്നേരമെല്ലാം അദ്ദേഹം അഴിമതിക്കാരനായിരുന്നു. പ്രതിപക്ഷം ഫുൾ അഴിമതിക്കാരല്ലേ? അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു മിഥുൻ ചക്രവർത്തി. കുറച്ചു കാലം മുമ്പേ മിഥുൻ ചക്രവർത്തിയെ BJPക്കൊപ്പം കൂടി അങ്ങനെ അയാളെ പരിശുദ്ധനാക്കി നമ്മൾ ഇങ്ങോട്ടെടുത്തു. പ്രതിപക്ഷം മുഴുവൻ അഴിമതിക്കാരാണ്. കോൺഗ്രസും NCPയും തൃണമൂൽ കോൺഗ്രസും CPMും എല്ലാം അഴിമതിക്കാരാണ്. പക്ഷേ അതിൽ ചില ആളുകളെ നമ്മളെടുക്കും. അങ്ങനെ അഴിമതി രാജ്യത്ത് കുറച്ച് കുറയുമല്ലോ. അഴിമതിക്കാരെ എടുത്തിട്ട് ശുദ്ധീകരിച്ച് നമ്മൾ കൂട്ടത്തിൽ കൂട്ടിയാൽ അഴിമതി രാജ്യത്ത് നല്ലോണം കുറയൂലേ? അതിനു വേണ്ടിയിട്ടുള്ള രാജ്യസേവന പ്രവർത്തനമാണ് NDA BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹർഷവർദ്ധൻ പാട്ടീൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കോൺഗ്രസ്സുകാരനായിരുന്നു. ഫുൾ അഴിമതിക്കാരനായിരുന്നു. BJPക്കാർ നിരന്തരം അന്വേഷണ ഏജൻസികൾക്ക് കത്തെഴുതിയും അദ്ദേഹത്തിനെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് നാട് നീളെ പ്രസംഗിച്ചും ജാഥ നടത്തിയും ഒക്കെ മുന്നോട്ട് പോയതാണ്. അദ്ദേഹം കുറച്ച് നാൾ മുന്നേ BJPയിലേക്ക് പോയി. പ്രതിപക്ഷം ഫുൾ അഴിമതിക്കാരാണ്. അതുകൊണ്ട് അവരെ ഞങ്ങൾ ശുദ്ധീകരിക്കുകയാണ്. ഹർഷവർദ്ധൻ പാട്ടീലിനെ ഞങ്ങൾ ഇങ്ങോട്ടെടുത്തു എന്ന് BJPക്കാർ പ്രഖ്യാപിച്ചു. കുറച്ച് അഴിമതി നിങ്ങളെ അവിടെ കുറഞ്ഞില്ലേ? നാട്ടിൽ കുറച്ച് അഴിമതി കുറഞ്ഞില്ലേ? അടുത്ത കാലത്ത് ഹർഷവർദ്ധൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഇപ്പം എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്ന്. എവിടെ? BJPയിൽ പോയ പിന്നെ നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഹർഷവർദ്ധൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. ഉറക്കം കിട്ടുന്ന ഈ രാജ്യത്ത് അഴിമതിക്കാരല്ലാതായാലും എല്ലാവർക്കും ഉറക്കം കിട്ടും. എങ്ങനെ അഴിമതിക്കാരൻ അല്ലാതാവുന്നു? നമ്മൾ BJPക്കാരൊപ്പം കൂടിയാൽ നമ്മൾ അഴിമതിക്കാരനല്ലാതാവും. നമ്മളടുത്ത് അന്വേഷണ ഏജൻസികളൊന്നും വരില്ല. സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അങ്ങനെയാണ് ഹർഷവർദ്ധൻ ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു അഴിമതിയുമില്ല, ഒരു അന്വേഷണവുമില്ല. കുറഞ്ഞ പക്ഷം ആ സത്യം പറയാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് അത് മറ്റുള്ളവർക്ക് മാതൃകയാണ്. കാരണം അവർക്ക് മുമ്പോട്ട് പോകുന്നതിന് ശക്തി പകരും. എന്ത് ചെയ്യണം, ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നെല്ലാം. പൂനെയിലെ മാവേലിയിൽ നടന്ന ഒരു പരിപാടിക്കിടെയായിരുന്നു BJPയിൽ എത്തിയതോടെ നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്ന് മൂപ്പര് പറഞ്ഞത്. എല്ലാ അഴിമതി ആരോപണങ്ങളും ആവിയായി അലിഞ്ഞില്ലാതായി. പ്രതിപക്ഷം മുഴുവൻ അഴിമതിക്കാരാണ്. മുകുൾ റോയ് വീണ്ടും തൃണമൂൽ കോൺഗ്രസ്. വീണ്ടും ശാരദ ചിട്ടി അഴിമതി. ബംഗാളിലെ ഏറ്റവും അഴിമതിക്കാരനായ രാഷ്ട്രീയ നേതാവാണത്രേ മുകുൾ റോയ്. BJP എന്തെല്ലാം സമരം മുകുൾ റോയ്ക്കെതിരെ നടത്തി. 2014-16 കാലത്തെ നാരദ ഒളിക്യാമറ കേസിലും 2013 ശാരദ ചിട്ടി ഫണ്ട് അഴിമതിയിലും മുകുൾ റോയുടെ പേരുണ്ടായിരുന്നു. പ്രതിപക്ഷം ഇമാതിരി കക്ഷികളെ കൊണ്ട് നിറയെ അഴിമതിക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. മുകുൾ റോയ് പണം വാങ്ങുന്ന വീഡിയോ CBI കണ്ടെത്തിയിരുന്നു. എന്നാലോ ഇപ്പം അന്വേഷണമൊന്നുമില്ല. അതെന്താ? മുകുൾ റോയ് അഴിമതിക്കാരനല്ലാതായോ? ആയി. കാരണം 2017 നവംബർ 3 മുകുൾ റോയ് BJPയിൽ ചേർന്നു. അങ്ങനെ അഴിമതിക്കാരനല്ലാതാകാൻ ദൃഢ നിശ്ചയമെടുത്ത് മൂപ്പർ BJPയിൽ ചേർന്നു. അടുത്ത കാലത്തൊന്നും EDയോ CBIയോ ഒന്നും മുകുൾ റോയുടെ വീട്ടിൻ്റെ 7 അയലത്തില്ല. അദ്ദേഹം ഇരിക്കുന്ന നാട്ടിലേ വരില്ല. CBIക്കാർ ഇവിടെ മുകുൾ റോയ് ഉണ്ടോ എന്നാൽ പിന്നെ നമ്മൾ വേറെ വഴിക്ക് പോകാണ്ട് അവർ കാറിൻ്റെ വഴി വരെ തിരിച്ചു വിടും അത്രേ CBI. അങ്ങനെ മുകുൾ റോയ് അഴിമതിക്കാരനല്ലാതായി. പ്രതിപക്ഷം ഫുള്ള് അഴിമതിക്കാരാണ്. അവരുടെ കൂട്ടം അഴിമതിക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവരെ ചില ആളുകളെ
ഞങ്ങൾ ശുദ്ധീകരിച്ച് ഇപ്പുറത്തെടുക്കും. അങ്ങനെ ഞങ്ങൾ രാജ്യസേവന പ്രവർത്തനം, അഴിമതിക്കാരെ ഇല്ലാതാക്കുന്ന പ്രവർത്തനം നടത്തുകയാണ്. അത്രമാത്രം സ്വയം സേവകരായി ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. പ്രതിപക്ഷം ഫുൾ അഴിമതിക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കൂട്ടമാണ്. സുവേന്ദു അധികാരി ഓർമ്മയില്ലേ? ശാരദ അഴിമതിയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നേരിടുന്ന കാലത്ത് തൃണമൂൽ MP ആയിരുന്നു. പ്രതിപക്ഷം സുവേന്ദു അധികാരി അഴിമതിക്കാരൻ. 2020 ഡിസംബർ 19 അമിത്ഷായുടെ സാന്നിധ്യത്തിൽ സുവേന്ദു അധികാരി BJPയിൽ ചേർന്നു. സുവേന്ദു അധികാരി അഴിമതിക്കാരനല്ലാതായി. അദ്ദേഹം നേരെ BJPയുടെ കൂട്ടത്തിലേക്ക് പോയി. പ്രതിപക്ഷം നിറയെ അഴിമതിക്കാരാണ്. അഴിമതിക്കാരുടെ കൂട്ടമാണ് ഈ പ്രതിപക്ഷം. പ്രതിപക്ഷത്തിൻ്റെ അഴിമതി ഇല്ലാതാക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. രാജ്യത്തോട് ഞങ്ങൾക്കുള്ള ആ പ്രതിബദ്ധതയാണ് ഞങ്ങളെ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ മുന്നിൽ നിർത്തുന്നത്. പ്രതിപക്ഷത്തിൻ്റെ അഴിമതിയെക്കുറിച്ച് തുടർച്ചയായി പറഞ്ഞയാളായിരുന്നു അണ്ണാ ഹസാരെ. എന്നാൽ ഇന്ന് അണ്ണാ ഹസാരെ ഒരക്ഷരം ഉണ്ടെന്നില്ല. ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. കാരണം അണ്ണാ ഹസാരെ സമരം ചെയ്ത പ്രതിപക്ഷത്തെ അഴിമതിക്കാരെല്ലാം ശുദ്ധീകരിച്ച് BJP ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അഴിമതിക്കാരെക്കുറിച്ച് അണ്ണാ ഹസാരേക്ക് ഇപ്പോൾ ഒരു ആശങ്കയുമില്ല, അത്തരക്കാർക്ക് ഒരു ആകുലതയുമില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ കെജ്രിവാൾ ആം ആദ്മി രൂപീകരിച്ച് ഇപ്പുറത്ത് പോയപ്പം അന്വേഷണവും നേരിടുന്നുണ്ട്. അദ്ദേഹം ഇപ്പം അഴിമതിക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന BJPയുടെ മുന്നിലെ പ്രധാനപ്പെട്ട ഒരു പേരാണ്. അടുത്തത് ഹസൻ മുഷ്രിഫ്. സർ സേനാപതി സൻതാജി ഗോർപാതെ ഷുഗർ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണമാണ് അദ്ദേഹം നേരിട്ടത്. കോലാപൂർ ജില്ലയിൽ 2011 ഈ ഷുഗർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത്. ഹസൻ മുഷ്രിഫിൻ്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളുമാണ് ഈ ഫാക്ടറി നോക്കി നടത്തുന്നത്. ഹസൻ മുഷ്രിഫിനെതിരെ അന്വേഷണവും റെയ്ഡുകളും നടന്നു. ഹസൻ മുഷ്രിഫ് അജിത് പവാറിൻ്റെ കൂടെ പോയി. അജിത് പവാർ NDAയിൽ ചേർന്നപ്പോൾ ഹർഷൻ മുഷ്രിഫ് അങ്ങോട്ട് പോയി. ഇപ്പം മുഷ്രിഫ് മന്ത്രിയാണ്, അഴിമതിക്കാരനല്ല മന്ത്രി. അങ്ങനെ ഈ കൂട്ടത്തിൽ പ്രതിപക്ഷം കംപ്ലീറ്റ് അഴിമതിക്കാരാണ്. അവിടുന്ന് ഹസൻ മുഷ്രിഫിനെയും കൂടെ കൊണ്ടുപോയി വിശുദ്ധനാക്കി ഞങ്ങൾ മന്ത്രിയാക്കി. ആര്? ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ BJP. പ്രതിപക്ഷമാണെങ്കിൽ കംപ്ലീറ്റ് അഴിമതിക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഛഗൻ ഭുജ്ബൽ ജയിലിലായിരുന്നു. ED അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതായിരുന്നു. ഛഗൻ ഭുജ്ബൽ NCPയിലെത്തി. പിന്നീട് അജിത് പവാറിനൊപ്പം NDAയിലേക്ക് പോയി. ഇപ്പോൾ ഛഗൻ ഭുജ്ബൽ മന്ത്രിയാണ്. അഴിമതിക്കാരനല്ല, മന്ത്രി. പ്രതിപക്ഷം ഫുൾ അഴിമതിക്കാരാണ്. അവിടെ ഇരുന്ന ഛഗൻ ഭുജ്ബലെ അഴിമതിക്കാരനായി ജയിലിൽ കിടന്ന കക്ഷിയാണ്. മൂപ്പരുടെ അഴിമതി തുടച്ചു നീക്കി രാജ്യത്തൊരു അഴിമതിക്കാരനെ ഇല്ലാതാക്കി ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തു. പ്രതിപക്ഷമാണെങ്കിലോ അഴിമതിക്കാരായി തുടരുകയാണ്. പ്രഫുൽ പട്ടേൽ കള്ളപ്പണക്കേസിൽ ആരോപണ വിധേയനായിരുന്നു. പ്രഫുൽ പട്ടേൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കൂട്ടാളിയായ ഇക്ബാൽ മിർച്ചി ഉൾപ്പെട്ട കേസായിരുന്നു. NCP നേതാവായിരുന്ന പ്രഫുൽ പട്ടേൽ പ്രതിപക്ഷത്തായിരുന്നല്ലോ. കംപ്ലീറ്റ് അഴിമതിക്കാരുടെ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന നേതാവായിരുന്നു. ED ഒരു സുപ്രഭാതത്തിൽ അന്വേഷണം തുടങ്ങി. അതായിരുന്നു പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോഴത്തെ പ്രഫുൽ പട്ടേലിൻ്റെ അവസ്ഥ. ED വന്നതിന് ശേഷം നിന്ന് തിരിയാൻ നേരം ഉണ്ടായിട്ടില്ല. എപ്പോഴും അന്വേഷണം, പിടിക്കൽ, കൊടുക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രഫുൽ പട്ടേൽ അഴിമതിക്കാരനല്ലാതായി. കാരണം എല്ലാം ശുഭമാണ്. പ്രഫുൽ പട്ടേൽ അജിത് പവാറിനൊപ്പം BJPയിലേക്ക് പോയി. മൂപ്പര് അഴിമതിക്കാരനല്ലാതായി. അങ്ങനെ ഒരാളെ കൂടി BJP അഴിമതിക്കാരനല്ലാതാക്കി. അങ്ങനെ പ്രതിപക്ഷം കംപ്ലീറ്റ് അഴിമതിക്കാരുടെ കൂട്ടമായി തുടർന്നു. അവരിൽ ചില ആളുകളെ ഞങ്ങൾ ഇങ്ങോട്ട് അഴിമതിക്കാരല്ലാതെ ആക്കി. ഇപ്പോൾ അഴിമതിക്കാരുടെ ഈ കൂട്ടം എന്താണ് അവസ്ഥ? ആ അഴിമതിക്കാരൊക്കെ എവിടെയാണ്? BJP ഉയർന്നു പറഞ്ഞ അഴിമതിക്കാരുടെ നിര ഇപ്പോൾ എവിടെയാണ്? അവരെല്ലാം ശുദ്ധീകരിച്ച് BJP ഇങ്ങോട്ടാക്കി. അഴിമതിക്കാരുടെ ബാസ്ക്കറ്റ്, അതായത് പ്രതിപക്ഷത്തിൻ്റെ ബാസ്ക്കറ്റ് കാലിയാണ്. അഴിമതിക്കാരെ വിശുദ്ധരാക്കി വിശുദ്ധ ബാസ്ക്കറ്റായി NDAയുടെ ബാസ്ക്കറ്റ് മാറി. അതായത് ഒരു ഭാഗത്ത് അഴിമതിക്കാരുടെ ബാസ്ക്കറ്റ് ഓരോ സുപ്രഭാതത്തിൽ ഓരോരാളായി മാറി മാറി എല്ലാം ഇപ്പുറത്തെത്തി, BJPയുടെ കൂടെ എത്തി. അങ്ങനെ ആ BJPയുടെ കൂടെ വിശുദ്ധരാക്കപ്പെട്ട അഴിമതിക്കാർ കൂടെ നിന്നു. യഥാർത്ഥത്തിൽ BJP ചെയ്യുന്നത് ഭയങ്കര രാജ്യസേവനാണ്. കാരണം ഒരു സ്ഥലത്ത് കുറേ അഴിമതിക്കാരിങ്ങനെ കൂട്ടം കൂടി നിൽക്കുമ്പോഴേ അവരെ ക്ലീനാക്കി രാജ്യസേവനത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു വീരകൃത്യമല്ലേ NDAയും BJPയും ചെയ്യുന്നത്. അങ്ങനെ ഇനി ആരെങ്കിലും അഴിമതിക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം. ഏത് തരത്തിലുള്ള അന്വേഷണ ഏജൻസികളുടെയും കീഴിൽ ഇങ്ങനെ നോട്ടമിട്ട് നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് അഴിമതിക്കാരാവാതിരിക്കാൻ, വിശുദ്ധരാകാനുള്ള ഒറ്റൊരു വഴിയേ ഉള്ളൂ, ഇങ്ങോട്ട് വരിക. അങ്ങനെ എല്ലാം എന്നൊക്കെ പറഞ്ഞ് തണ്ടും തൻ്റെ ഇടവും കാണിച്ച് നിന്നാലുണ്ടല്ലോ വിധി വേറെയാണ് കേട്ടോ. അതുകൊണ്ട് മാക്സിമം തെരഞ്ഞെടുപ്പ് കാലമൊക്കെയാണ്, എല്ലാവരും സൂക്ഷിച്ചോളുക. അഴിമതിക്കാരല്ലാതാവണമെങ്കിൽ, വിശുദ്ധരാക്കപ്പെടണമെങ്കിൽ ഒരു സ്ഥലത്ത് അഭയം പ്രാപിക്കുക. കയ്യും കണ്ണും പൂട്ടിയിട്ട് ഒറ്റ വീഴൽ വീഴുക. BJPക്ക് അവിടെ അഴിമതിക്കാരല്ലാതാക്കാനുള്ള വിശുദ്ധമായ മാന്ത്രിക ശക്തിയുണ്ട്. നന്ദി, നമസ്കാരം.